ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ 10th ലെവൽ LDC LGS എക്സാമുകൾ വരികയാണ്. അപ്പോൾ എക്സാമിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭരണഘടന. ആ ഭരണഘടനയിൽ നിന്ന് തന്നെ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഭരണഘടനാ നിർമ്മാണ സഭ. ആ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് അതിൽ നിന്ന് വന്ന LDCക്ക് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത്. ഈ ക്ലാസ് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. ആ ക്രാഷ് കോഴ്സ് വീഡിയോ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ PDF നോട്ടുകളുണ്ട്, ദിനംപ്രതി പഠിക്കാനുള്ള പ്ലാൻ ഉണ്ട്, എല്ലാ ദിവസവും മോക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ആ ക്രാഷ് കോഴ്സിൽ ചേരാൻ ഇതിന് താഴെയായി ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിൽ ചേർന്നാൽ നിങ്ങൾക്ക് ആ ക്രാഷ് കോഴ്സിൽ ചേരാം. അപ്പോൾ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി, ചോദ്യം ഒരുപാട് തവണ 2023 ചോദിച്ചിട്ടുണ്ട്, 2022 ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടാലറിയാം, ഇത് രാജേന്ദ്ര പ്രസാദാണ്. നിങ്ങൾക്കറിയാം ഭരണഘടനയ്ക്ക് 5 മാർക്കാണ്. പക്ഷേ നോക്കൂ, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം അവിടെ വളരെ കൂടുതലാണ്. അല്ലാത്ത ചോദ്യങ്ങളും വരാറുണ്ട്. ഇപ്പം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് രൂപം കൊള്ളുന്നത്. 1946 ഡിസംബർ 9 അതിൻ്റെ ആദ്യത്തെ സമ്മേളനം. ഇപ്പോൾ ഈ വർഷങ്ങൾ ഓർത്തു വയ്ക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. നോക്കൂ, ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വരണം. ആ ഭരണഘടനാ നിർമ്മാണ സഭ എന്തിനു വേണ്ടിയിട്ടാണ്? ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴാണ് ഒരു ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? ഒരുപാട് കാലം മുന്നേ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറല്ലാത്തത് കൊണ്ടും അത്തരം ഒരു കാര്യം പലതവണ നമുക്ക് വാഗ്ദാനം ചെയ്ത് അംഗീകരിക്കാത്തത് കൊണ്ടും ഒടുവിൽ ക്യാബിനറ്റ് മിഷൻ വേണ്ടി വന്നു. ആ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് 1946 എന്ന് പറഞ്ഞാൽ 47 ഒരു വർഷം മുമ്പേ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാവുന്നത്. അതിൻ്റെ ആദ്യ യോഗമാണ് ഡിസംബർ 9 ചേരുന്നത്. ആ ഡേറ്റ് എങ്ങനെ ഓർത്തു വയ്ക്കാം? വഴി ഞാൻ പറഞ്ഞു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഡിസംബർ 9 അതിൻ്റെ ആദ്യത്തെ യോഗം. ആ ആദ്യത്തെ യോഗത്തിൽ ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ അതിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. അദ്ദേഹം താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സച്ചിദാനന്ദ സിൻഹയാണ്. പക്ഷേ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. പക്ഷേ പലപ്പോഴും ഇതിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ തരാറുണ്ട്. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നൊരു വ്യക്തിയാണ് സച്ചിദാനന്ദ സിൻഹ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുമായിരുന്നു. പക്ഷേ താൽക്കാലിക അധ്യക്ഷനായിരുന്നു, ഏറ്റവും പ്രായം കൂടിയ അംഗമായതുകൊണ്ടാണ് സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് ഡിസംബർ 11 ഒരു സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുത്തു. അതാണ് രാജേന്ദ്ര പ്രസാദ്. ആ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് മാറുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ, അതല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന ആൾ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം രാജേന്ദ്ര പ്രസാദാണ്. എന്നാൽ താൽക്കാലിക അധ്യക്ഷനായിരുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് സച്ചിദാനന്ദ സിൻഹയാണ്. അതിന് നിങ്ങൾ ഒരു പഴയ വീടെടുക്കുക. ആ വീടിൻ്റെ ഗേറ്റിൽ ഫ്രണ്ടിൽ തന്നെ ആരുണ്ടായിരിക്കും? ഫ്രണ്ടിൽ തന്നെ ഒരു സിംഹം ഉണ്ടായിരിക്കും. പഴയ വീടുകളൊക്കെ ചിലത് നോക്കിയാൽ മതി, അവിടെ ഒരു സിംഹത്തിൻ്റെ ചിത്രമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു വീട് മനസ്സിൽ സങ്കല്പിക്കുക. അപ്പം അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു സിംഹം, അതാണ് സിൻഹ. അത് കഴിഞ്ഞ് ഉമ്മറത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഉമ്മറത്ത് അവിടുത്തെ ഏറ്റവും വലിയ ആളുടെ ചിത്രമായിരിക്കും, അല്ലേ? ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവാം, ഒക്കെ ആയിരിക്കാം. അയാളുടെ ഒരു ഫോട്ടോ ആയിരിക്കും. അതാണ് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം രാജാവ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്നു. മാറിപ്പോണ്ട. അപ്പോൾ സ്ഥിരം അധ്യക്ഷനെയും താൽക്കാലിക അധ്യക്ഷനെയും മനസ്സിലാക്കി. ഇനി അവർ തിരഞ്ഞെടുത്ത ദിനങ്ങൾ ഏതാണ്? അതും ചോദിക്കാറുണ്ട്. 1946 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പേ
പിന്നെ ഡിസംബർ 10 നിങ്ങൾക്കറിയാലോ, ഡിസംബർ 10 എന്ന് പറയുന്നത് മനുഷ്യാവകാശ ദിനമാണ്. അതിന് തൊട്ട് മുന്നേയുള്ള ദിവസമാണ് ഡിസംബർ 9. കാരണം നമ്മുടെ ഭരണഘടന നമ്മുടെ മൗലികാവകാശങ്ങളാണ് പ്രധാനമായും ഉൾക്കൊള്ളുന്നത്, മറ്റു പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ അവകാശങ്ങൾ തന്നെയാണ് ഈ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മനുഷ്യാവകാശത്തിൻ്റെ തലേ ദിവസം ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷൻ, പിറ്റേ ദിവസം ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷൻ. അപ്പോൾ 1946 ഡിസംബർ 9 ഡിസംബർ 11 മനസ്സ് കയറിയല്ലോ. താൽക്കാലിക അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹ, അത് ഡിസംബർ 9 ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദ്. ഇനി നോക്കൂ, നമുക്ക് അത്രയും കാര്യം പിടികിട്ടി. അപ്പോൾ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷൻ 1946 ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹ, ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്ത ആൾ നന്ദലാൽ ബോസാണ്. SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത ആൾ ആരാണ്? നന്ദലാൽ ബോസാണ്. നോക്കൂ, ഈ ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതിൽ ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഭരണഘടനാ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ അതും BR അംബേദ്കർ ആയിരുന്നു. എന്നാൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആൾ ജവഹർലാൽ നെഹ്റുവാണ്. അതായത് ഡിസംബർ 9 ഞാൻ പറഞ്ഞല്ലോ താൽക്കാലിക അധ്യക്ഷനെ തെരഞ്ഞെടുത്തു, ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. അടുത്തത് ഡിസംബർ 13, ഒന്നിച്ചോർത്ത് വയ്ക്കാൻ പറ്റും, 9, 11, 13. ഡിസംബർ 13 ആരെയും തെരഞ്ഞെടുത്ത ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവാണ്. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. അപ്പോൾ ആമുഖത്തിൻ്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവാണ്. സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാം. ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ഭരണഘടനയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി ഭരണഘടനയുടെ മാറിയത്. അപ്പോൾ ആമുഖത്തിൻ്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. എന്നാൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ പിന്നെ രാജേന്ദ്ര പ്രസാദാണ്, നമ്മൾ മനസ്സിലാക്കി, സ്ഥിരം അധ്യക്ഷനാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓർമ്മയുണ്ടല്ലേ? ആരാണ്? BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിരിക്കേണ്ടതുണ്ട്. എന്തെല്ലാമാണ് BR അംബേദ്കറുമായി ബന്ധപ്പെട്ടത്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. അടുത്ത ക്ലാസ് നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മാത്രമാക്കി മാറ്റിവെക്കാം, കാരണം അതിൽ അംഗങ്ങളെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പൊതുവായിട്ട്. ഞാൻ എൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പിന്നീട് നമുക്ക് പഠിക്കാം. അപ്പോൾ ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. വെറുതെ മനസ്സിൽ കയറിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ആധുനിക മനു എന്നറിയപ്പെടുന്നത്? ഇപ്പോൾ നമുക്കറിയാം, റോബർട്ട് ക്ലൈവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കാറുണ്ട്. എന്താണ് റോബർട്ട് ക്ലൈവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കാനുള്ള കാരണം? ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കമിടുന്നത് ആരാണ്? ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കമിടുന്നത് ബാബറാണ്. ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് തുടക്കമിടുന്നത് ആരാണ്? ബാബറാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതിന് 100 വർഷം മുമ്പ്. അങ്ങനെ ആലോചിച്ചാൽ ആ വർഷം നമ്മുടെ മനസ്സിൽ നിൽക്കും. 1757 ബംഗാളിലാണ് ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിടുന്നത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് തുടക്കമിടുന്നത്. അത് സിറാജ് ഉദ് ദൗളയെ റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് റോബർട്ട് ക്ലൈവ് ആണ് തോൽപ്പിച്ചത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് റോബർട്ട് ക്ലൈവ് അറിയപ്പെടുന്നത്. അതുപോലെ പുരാതന ഇന്ത്യയിൽ ഇതുപോലെ ഒരു നിയമസംഹിതയാണ് മനു. നിങ്ങൾക്കറിയാലോ, മനു സംഹിത എന്നറിയും. ആ മനുസ്മൃതി അല്ലേ, മനുസ്മൃതി എന്നറിയും. സംഹിതയല്ല, മനുസ്മൃതി. ആ മനുസ്മൃതിയുടെ ഓഥർ ആരാണ്? അല്ലെങ്കിൽ അത് ആ കോഡ് ഉണ്ടാക്കിയ ആൾ മനു ആണ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളുണ്ട്, നമുക്കറിയാം, അങ്ങനെ പറയപ്പെടുന്നു. പക്ഷേ ഇന്ത്യയിലെ ഭരണഘടനയിൽ ഒരുപാട് നല്ല കാര്യങ്ങളാണുള്ളത്. നോക്കൂ, ആ ജാതി വ്യവസ്ഥ, മനുസംഹിതയിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ജാതി വ്യവസ്ഥയുടെ പീഡനം അനുഭവിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴേക്കടയിൽ കിടന്ന ഒരാളാണ് ആ പ്രതിബന്ധങ്ങളെ മുഴുവൻ തരണം ചെയ്ത് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി മാറിയത്. അപ്പോൾ ആധുനിക മനു എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്.
ആധുനിക ബുദ്ധൻ, ഇദ്ദേഹം ഹിന്ദുമതം ഉപേക്ഷിച്ചിട്ട് പിന്നീട് ബുദ്ധമതം സ്വീകരിക്കുന്നുണ്ട്. ആധുനിക ബുദ്ധൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് ആരെന്നെയാണ്? BR അംബേദ്കർ ആണ്. കൂടാതെ ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക വ്യക്തിയാണ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഏക വ്യക്തി ആരാണ്? ഏക ഇന്ത്യൻ പ്രതിനിധി ആരാണ്? അത് BR അംബേദ്കർ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനമാണ് മഹർ പ്രസ്ഥാനം. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ, അദ്ദേഹം സ്ഥാപിച്ച സഭ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ബഹിഷ്കൃതരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബഹിഷ്കൃത ഹിതകാരിണി സഭ ആരുടേതാണ്? അത് അംബേദ്കറുടേതാണ്. മൂക് നായക്, ബഹിഷ്കൃത് ഭാരത് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളും ആരുടേതാണ്? അംബേദ്കറുടേതാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഡിസംബർ 6 മഹാപരിവാൻ ദിനം എന്ന രീതിയിൽ ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ, വെയറിംഗ് ഫോർ എ വിസ. അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കൺസെപ്റ്റ് ഉണ്ടായാൽ മതി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപവത്കരിക്കുന്നത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് ആ പ്രസ്താവന ശരിയാണ്. ഒന്ന് ശരിയാണ്. അപ്പോൾ അവിടെ എടുത്ത് നോക്കുക, ഒന്നില്ലാത്തത് ഏതാ? ഇവിടെ 3 തെറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒന്ന് ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി മാറി. ഇനി ബാക്കിയുള്ളതിൽ എന്തുണ്ട്? ഒന്നുണ്ട്. കാരണം 1ഉം 2ഉം ശരി എന്നുള്ളിടത്ത് അതുണ്ട്. 1ഉം 2ഉം തെറ്റ് എന്ന് പറയുന്നുണ്ട് ബിയിൽ, അതും ഒഴിവായി. ഇപ്പം നിങ്ങൾക്ക് 2 എണ്ണത്തിലേക്ക് ചുരുങ്ങി. പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ 2 എണ്ണത്തിലേക്ക് ചുരുങ്ങി. ഇനി നോക്കൂ, അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. അതും ശരിയാണ്. 1946 ഭരണഘടനാ നിർമ്മാണ സഭ വരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുന്നിൽ ഒരു വിഭജനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടായിരിക്കാം ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി സംഘടിപ്പിച്ചത് എന്ന് പറയുന്നത് ശരിയാണ്. കാരണം അന്ന് ഇന്ത്യയിലെയും ഇപ്പോൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ പാകിസ്ഥാനിലെയും പ്രതിനിധികൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ 2 ശരിയാണ്. ഇപ്പോൾ നമുക്ക് 1ഉം 2ഉം ശരി ആണ് എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ 3ഉം ശരി എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. 1ഉം 2ഉം ശരി എന്നുള്ളത് ശരിയായി. ഇനി 3 തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ആഗസ്റ്റ് 15 ഞാൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ഓർത്തിരിക്കാൻ നിങ്ങളോട് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 അതിന് തൊട്ട് തലേ വർഷമായ 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സമിതി അതിൻ്റെ ആദ്യത്തെ യോഗം ചേരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആദ്യ യോഗം ചേർന്നത് 1947 ആഗസ്റ്റ് 15 എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അറിയാം 3 തെറ്റ് എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് അവിടെ 3 ശരി എന്നുള്ളത് മാറി ഓപ്ഷൻ എ റെഡിയായി. ഇത്രയേ ഉള്ളൂ പ്രസ്താവന ടൈപ്പ് ചോദ്യം എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ പ്രസ്താവന തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കി നമ്മൾ തുടങ്ങാം. ഇപ്പം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റം ചർച്ച നടത്താൻ വേണ്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമൻ്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച മിഷനാണ് എന്തെന്ന് പറയുന്നത്? ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഇപ്പം ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമൻ്റ് ആറ്റ്ലിയാണ് അയക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് ചോദിക്കാറുണ്ട്. അന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. ലേബർ പാർട്ടിയുടെ നേതാവായിരുന്നു ക്ലെമൻ്റ് ആറ്റ്ലി. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ തീയതി അടക്കം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും മാർച്ച് 23 എന്നെഴുതും. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിലെത്തിയത് മാർച്ച് 24 മാർച്ച് 23 കറാച്ചിയിലാണ് എത്തുന്നത്. മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയായി. PSC ചോദ്യങ്ങൾ വന്നാൽ ഇതിൻ്റെ ചെയർമാനെ ചോദിക്കും. പെത്വിക് ലോറൻസ് ആണ്. സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. AV അലക്സാണ്ടർ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതുമായിട്ടൊരു ബന്ധപ്പെട്ടൊരു പിക്ചർ മനസ്സ് കരുതുക. അതായത് ഒരു ലോറിയിൽ നമ്മുടെ ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ വരികയാണ്. ലോറിയിൽ ക്യാബിനറ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? ലോറിയുടെ ഫ്രണ്ട് ഭാഗത്തിനെ നമ്മൾ എന്താ പറയുക? ഒരു ക്യാബിനറ്റ് എന്ന് പറയാം. അപ്പോൾ ലോറി എന്ന് പറഞ്ഞാൽ ലോറൻസ്. ഒരു ലോറിയിൽ നമ്മുടെ ലോറൻസ്
എന്താണ് ക്യാബിനറ്റ് മിഷനായിട്ട് വരികയാണ്. അദ്ദേഹം ആദ്യം വന്ന് പോകുന്നത് മാർച്ച് 23 കറാച്ചിയിലാണ്. അതിനുശേഷം മാർച്ച് 24 ഇന്ത്യയിലാണ്. തെറ്റിയിട്ടുണ്ടല്ലേ? എത്ര പേർക്ക് മനസ്സിലായി? മാർച്ച് 23 കറാച്ചി, മാർച്ച് 24 ഇന്ത്യ. തെറ്റിയിട്ടുണ്ടോ? ഇല്ല. ഒരു പക്ഷേ കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ? അവിടെ അങ്ങനെ വരുമോയെന്ന്. മാർച്ച് 23 24 ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിച്ച് നിർത്തണം എന്നാണത് നൽകുന്ന സൂചന. എങ്ങനെയാണ് നമുക്ക് മാർച്ച് 23 മാർച്ച് 24 ഉറപ്പിച്ച് നിർത്തുക? ലോറിയിലാണ് വരുന്നത്. മാർച്ച് 23 വരുന്നത്. ലോറിയിൽ ലോറൻസ് വരാനുള്ള കാരണം അദ്ദേഹത്തിന് സ്കൂൾ മാഷാണെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ്. ഭാഗ്യം കൊണ്ട് UP സ്കൂളിൽ ഒരു ഹെഡ് മാഷാണെന്ന് വിചാരിക്കുക. അദ്ദേഹം ക്യാബിനിൽ ഇരുന്നിട്ടാണ് വരുന്നത്. ഒരു ലോറി നിറച്ച സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടികളൊക്കെ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഭാഗ്യത്തിന് ആ മാസം മാർച്ച് മാസത്തിൽ തന്നെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം അടുത്ത പോലെ അവിടേക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ അങ്ങനത്തെ ഒരു കഥ ആലോചിക്കുക. അപ്പോൾ ആ ലോറിയിൽ എന്തുണ്ട്? കുറച്ച് ചിപ്സ് ഉണ്ട്. അവർക്ക് പോകുമ്പോൾ കുറിക്കാൻ വേണ്ടിയിട്ട് ചിപ്സ് ഉണ്ട്. മാത്രമല്ല അലക്സ അവർ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഗൂഗിളിൻ്റെ ഒരു അലക്സ ഉണ്ട്. എന്ത് ചോദിച്ചാലും മറുപടി പറയുന്നത്. ഇപ്പോൾ വഴിയൊക്കെ ചോദിക്കുമ്പോൾ ഇത് മറുപടി പറയാൻ വേണ്ടിയിട്ട് അലക്സേനെയും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അലക്സാണ്ടറായി, ചിപ്സായി, ക്രിപ്സായി, ലോറൻസായി, പെറ്റ്വിക് ലോറൻസായി. വണ്ടിയുടെ ക്യാബിനറ്റിലാണ്, ലോറിയുടെ ക്യാബിനറ്റാണ്. അപ്പോൾ ലോറി ക്യാബിനറ്റ്, ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപവൽക്കരിക്കുന്നത്. 1946 ഡിസംബർ 9 അതിൻ്റെ ആദ്യ സമ്മേളനം. തിങ്കളാഴ്ച 11 മണിക്കാണ്. ഇതിൻ്റെ പ്രഥമ സമ്മേളനം അവസാനിപ്പിച്ചത് 1946 ഡിസംബർ 23 ഭരണഘടനാ നിർമ്മാണ സഭ എത്ര കാലം കൂടി? 2 വർഷം 11 മാസം 18 ദിവസം കൂടി. അതിന് നിങ്ങൾ എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത്? ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ച ദിവസം. അതായത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനം 1946 ഡിസംബർ 9 സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഡിസംബർ 11 അതിനൊരു സ്ഥിരം അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദ് വരുന്നത്. അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത് ഡിസംബർ 13 എന്തൊരു ചർച്ച നടക്കുമ്പോഴും അതിനൊരു ഉദ്ദേശം വേണമല്ലോ. നമ്മുടെ ഭരണഘടനയുടെ ചർച്ച നടക്കണമെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യം എന്താണ്? ഈ രാജ്യത്തെ എങ്ങനെയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്? ഈ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്? അതാണ്, അതിൻ്റെ അടിസ്ഥാനമാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ലക്ഷ്യപ്രമേയം ആമുഖമായി മാറിയത്. അപ്പോൾ ആ ലക്ഷ്യപ്രമേയം നടന്നാലല്ലേ അവിടെ ചർച്ച നടക്കുള്ളൂ. അത് ഡിസംബർ 13 ഓർത്തു വയ്ക്കാൻ ഞാൻ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 അതിന് തൊട്ട് മുന്നേയുള്ള ഡിസംബർ 9 ഓർക്കുന്നു. ആ ഡിസംബർ 9 ഓർത്തു കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ 11 വളരെ എളുപ്പത്തിൽ ഓർക്കാം. ഡിസംബർ 11 എന്ന് പറയുന്നത് എന്താണ്? ഡിസംബർ 11 എന്ന് പറയുന്നത് സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുത്ത ദിവസമാണ്. ഡിസംബർ 13 എന്ത്? ലക്ഷ്യപ്രമേയം വരുന്നത്. ആ ഡിസംബർ 13 ആരംഭിക്കുന്ന ചർച്ച 46 തീർന്നോ? തീർന്നില്ല. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തീർന്നോ? തീർന്നില്ല. 48 തീർന്നോ? തീർന്നില്ല. 49 തീരുന്നത്. 49 എന്നാണ്? 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയുടെ കരട് ആദ്യമായിട്ട് അംഗീകരിക്കുന്നത്. പിന്നീടേ അത് പ്രാബല്യത്തിൽ വരുള്ളൂ. പ്രാബല്യത്തിൽ വരുന്നത് 1950 ജനുവരി 26 അപ്പോൾ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസം ചോദിച്ചാൽ അതാണ് റിപ്പബ്ലിക് ഡേ, ജനുവരി 26, 1950. 1946 തുടങ്ങിയ ചർച്ച 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ അതിൻ്റെ കരട് അംഗീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 46 മുതൽ 49 വരെ 3 വർഷമുണ്ട്. എന്നാൽ 3 വർഷമുണ്ടോ? ഇല്ല. കാരണം എന്താ? 46 ഡിസംബറിൽ തുടങ്ങി, എന്ന് അവസാനിച്ചു? നവംബറിൽ അവസാനിച്ചു. ഡിസംബറിലായിരുന്നു അവസാനിച്ചതെങ്കിൽ നമുക്ക് പറയായിരുന്നു 12 മാസമുണ്ട് എന്ന്. പക്ഷെ ഇവിടെ നവംബറിൽ അവസാനിച്ചത് കൊണ്ട് എത്ര മാസമേ ഉള്ളൂ? 11 മാസമേ ഉള്ളൂ. എത്ര വർഷം ഉണ്ടായിരിക്കുമ്പോൾ? 2 വർഷം കംപ്ലീറ്റ് ആയി. 11 മാസം പിന്നെ 18 ദിവസം. പിന്നെ എത്ര ദിവസമാണ്? 18 ദിവസം. അങ്ങനെ 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ വേണ്ടി എടുത്ത സമയം. സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന് ഇപ്പം നമുക്കറിയാം 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നാണ് അടുത്ത ചോദ്യം.
ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ലോകത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണെന്നാണ്. രണ്ട് തരത്തിലുള്ള ഭരണഘടനകളുള്ള നാടുകളുണ്ട്. ഒന്ന് എഴുതപ്പെട്ട ഭരണഘടന, മറ്റൊന്ന് എഴുതപ്പെടാത്ത ഭരണഘടന. അവിടെ കീഴ്വഴക്കങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. പക്ഷേ ഇന്ത്യയിൽ അത് എഴുതപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന എന്നുള്ളത് തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതുകൊണ്ട് തന്നെ പ്രസ്താവന 1 തെറ്റാണ്. ഉടൻ ഇവിടെ നോക്കി, ഇവിടെ എന്തെല്ലാമാണ് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1 ഉള്ളോടത്തൊക്കെ നമുക്ക് ശരി എന്നെഴുതാം. നോക്കൂ, ഇവിടെ 1 3 1 ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായി കിട്ടി. എന്താണ് 1 3 എന്നാണ് പറയുന്നത്. അല്ല, ഇത് തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന എന്നാണ് തന്നിട്ടുള്ളത്, എഴുതപ്പെട്ട ഭരണഘടന എന്നുള്ളതല്ല. അപ്പോൾ 1 തെറ്റാണ്. 1 തെറ്റായതുകൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഏതൊക്കെയാവാം? 2 4 2 3 4 3 4 മാത്രമേ ആൻസർ വരുള്ളൂ. കാരണം ആദ്യത്തേത് വരില്ല. തെറ്റായ ശരിയായ പ്രസ്താവനയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ശരിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത്. അപ്പോൾ 2ഉം ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ഇല്ലാത്ത ഓപ്ഷനൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഈ ഓപ്ഷൻ ഒഴിവാക്കി. ഇപ്പം നമ്മുടെ കയ്യിൽ 2 ഓപ്ഷനിലേക്ക് ചുരുങ്ങി. 2ഉം 4ഉം 2ഉം 3ഉം 4ഉം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ 6 മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് 4ാമത്തെ പ്രസ്താവന. ശരിയാണത്. 6 മൗലികാവകാശങ്ങളാണെന്ന് ഇന്ത്യയിൽ ഭരണഘടനയിലുള്ളത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശം ഉണ്ടായിരുന്നു. പക്ഷേ മൊറാർജി ദേശായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറി. ഇപ്പോൾ സ്വത്തവകാശം നിയമാവകാശമാണ്. അതോടുകൂടി ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 6 മൗലികാവകാശങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് 6 മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും ശരിയാണ്. പക്ഷെ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. ശരിയാണ്. ഏതൊരു ജനാധിപത്യ രാജ്യത്തും 3 തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് ജുഡീഷ്യറി, ഇന്ത്യൻ ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ കോടതികളാണ്. മറ്റൊന്ന് എക്സിക്യൂട്ടീവ്, കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളെയാണ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന് എന്താണ്? നിയമനിർമ്മാണ സഭ, ലെജിസ്ലേറ്റീവ്. അതിന് ആണ് ഇന്ത്യൻ പാർലമെൻറ്റും അതുപോലെ തന്നെ നിയമസഭകളും ലെജിസ്ലേറ്റീവ് ആണ്, നിയമനിർമ്മാണം നടത്തുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ഇവിടെ 6 മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. അതും ശരിയാണ്. ഇന്ത്യ നിയമവാഴ്ച നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ നീതിയും ന്യായവും നോക്കിയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 2 3 4ഉം ശരി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്. ഭരണഘടന എന്ന് പറഞ്ഞാൽ ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നിലവിൽ വന്നൊരു കാലത്ത് നോക്കിയാണെച്ചാൽ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മുടെ വിദേശ നയം എങ്ങനെയാണ്? അന്ന് സോവിയറ്റ് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ചേരിയുണ്ട്, സോഷ്യലിസ്റ്റ് ചേരിയുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു മുതലാളിത്ത ചേരിയുമുണ്ട്. ഇപ്പോൾ മുതലാളിത്ത രാഷ്ട്രങ്ങളും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളും എന്ന് പറയുന്ന 2 തലത്തിലുള്ള ധ്രുവീകൃതമായ ഒരു ലോകം നിലനിൽക്കുന്ന ഒരു കാലത്ത് ഇന്ത്യ 2ലും പെടാതെ ചേരിചേരാ നയമാണ് സ്വീകരിച്ചത്. ഇന്ത്യ സ്വീകരിച്ച സമ്പൽ വ്യവസ്ഥയ്ക്കും ഒരു പ്രാധാന്യമുണ്ടായിരുന്നു. അത് മിശ്ര സമ്പൽ വ്യവസ്ഥയാണ്. സോഷ്യലിസ്റ്റ് ചേരിയിലാണോ? അതിൻ്റെ നല്ല വശങ്ങളെടുത്തു. മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയുടെ നല്ല വശങ്ങളും എടുത്താണ് നമ്മുടെ മിശ്ര സമ്പൽ വ്യവസ്ഥ. അതുകൊണ്ട് ഇന്ത്യക്ക് എപ്പോഴും അങ്ങനെയാണ്. ദൃഢമാണോ എന്ന് ചോദിച്ചാൽ ദൃഢമല്ല, എന്നാൽ മൃദുവാണോ എന്ന് ചോദിച്ചാൽ മൃദുവുമല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഭരണഘടനാ സ്വഭാവം ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. എന്നാൽ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടേതാണ്. ലിഖിത ഭരണഘടനയുള്ള മറ്റ് രാജ്യങ്ങളാണ് ആസ്ട്രേലിയയും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും ഒക്കെ. എന്നാൽ ലിഖിത ഭരണഘടന ഇല്ലാത്ത ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അതുപോലെ തന്നെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഇസ്രായേൽ, ന്യൂസിലാൻഡ് തുടങ്ങിയവ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട
ശരിയായ പ്രസ്താവനകൾ ഏവ? വീണ്ടും പ്രസ്താവന ടൈപ്പ് ചോദ്യത്തിലേക്ക് വന്നു. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. ശരിയാണ്. നമ്മൾ പറഞ്ഞു ഭരണഘടന രൂപം കൊള്ളുന്നത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ 1 ശരിയാണ്. അതുകൊണ്ട് തന്നെ 3, 2 എന്ന് പറയുന്നത് അവിടെ തെറ്റാണ്. കാരണം അതിൽ 1 എന്നുള്ള ശരി വന്നിട്ടില്ല. 3 മലയാളി വനിതകൾ പങ്കെടുത്തു, അതും ശരിയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ കേരളത്തിൽ നിന്നുള്ള 3 വനിതകളുണ്ടായിരുന്നു. ഒന്ന് ദാക്ഷായണി വേലായുധൻ, മറ്റൊന്ന് ആനി മസ്ക്രി, മറ്റൊന്ന് അമ്മു സ്വാമിനാഥൻ. അങ്ങനെ 3 വനിതകളാണ്. 3 വനിതകൾ പങ്കെടുത്തു എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് അവിടെ ആ പ്രസ്താവന ടൈപ്പ് ചോദ്യത്തിൽ നമ്മൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടത്ര കാര്യങ്ങളില്ല. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു രാജേന്ദ്ര പ്രസാദ്. അതിൻ്റെ ഒരു ഉപസമിതിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിൻ്റെ അധ്യക്ഷനായിരുന്നു രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? അംബേദ്കറാണ്. അതുകൊണ്ടാണ് അംബേദ്കറെ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് 3 ശരിയാണ്. ഇപ്പം നമുക്കറിയാം 1, 2, 3 ശരിയാണ് എന്ന് പറയുമ്പോൾ ഇതൊഴിവായി. ഇനി ഈ 2 ഓപ്ഷനേ ഉള്ളൂ. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. ശരിയാണ്. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ പേരുകൾ അറിഞ്ഞിരിക്കണം. കാരണം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉത്തരം 1, 2, 4 എന്നുള്ളതാണ്. 3 തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ 3 തെറ്റാണ് കേട്ടോ. നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഞാൻ പറഞ്ഞതിൽ ലേശം തെറ്റുണ്ട്. ഇവിടെ 2 തെറ്റാണ്. അതുകൊണ്ട് 2 ഉള്ളിടത്തൊക്കെ 2 ശരിയാണ്. ശരി. 1, 2, 3 ശരിയാണ്. 3 തെറ്റാണ്. അതുകൊണ്ട് ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഇനി നമുക്കറിയാം 2 തെറ്റാണ്, അല്ലെ 3 തെറ്റാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ 3 വന്നു. അവിടെ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഏതാ ഉത്തരം? 1, 2, 4. ഇപ്പം 3 തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും. ഓക്കെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരൊറ്റ ആൻസർ അറിഞ്ഞാൽ മതി ഇതിന് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കാൻ. കാരണം 3 വരുന്നിടത്തൊക്കെ നമ്മൾ തെറ്റിടണം, ബാക്കിയുള്ളതാണ് ശരി. അതുകൊണ്ട് ഇവിടെ ഉത്തരം 1, 2, 4 ആണ്. ഇപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളായ വനിതകൾ എന്ന് പറയുന്നത് ആനി മാസ്ക്രീനും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ്. അപ്പോൾ ഇവർ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പോവുകയാണ്. പോകുന്നത് ആരാണ്? ആനി ഉണ്ട്. ആനിയോടൊപ്പം അവളുടെ അമ്മയുമുണ്ട്. അപ്പം ആനി ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ആനി എന്ത് ചെയ്യാണ്? അമ്മയ്ക്ക് ഒരു ദക്ഷിണ കൊടുത്തിട്ടാണ് പുറപ്പെടുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക്. നല്ല കാര്യം നടക്കുന്നതിന് വേണ്ടി ഒരു ദക്ഷിണ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആലോചിച്ചാൽ മതി. ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്? ആനി. അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തു എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മു സ്വാമിനാഥൻ, ദക്ഷിണ എന്ന് പറഞ്ഞാൽ ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ആനി ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആനി അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നൊരു കോഡോർത്തു വെച്ചാൽ ഈ 3 ആളുകളുടെയും പേര് നിങ്ങളുടെ മനസ്സിൽ കയറും. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത നമുക്കറിയാം. ആനി മസ്ക്രീൻ ഉണ്ട്, കാണാനില്ല. അമ്മു സ്വാമിനാഥൻ ഉണ്ട്, ഇതിൽ കാണാനില്ല. പിന്നെ ആരാളത്? ദാക്ഷായണി വേലായുധൻ. ഈ ദാക്ഷായണി വേലായുധനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിതയായിരുന്നു ആര്? ദാക്ഷായണി വേലായുധൻ. ഐത്തോച്ചാടനത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ സമരം നടക്കുന്നത് വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹം കേരളത്തിലാണ്, ഓർത്തു വയ്ക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ മഹാരാജ്യം ഇന്ത്യ രാജ്യത്തിൽ നിന്നുണ്ടായിരുന്ന ഏക ദളിത് വനിത കേരളത്തിൽ നിന്നാണ്. അതാരാണ്? ദാക്ഷായണി വേലായുധൻ. അവരാകട്ടെ ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ SC/ST വനിത കൂടിയാണ്. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ SC/ST വനിത. അപ്പോൾ അധസ്ഥിത വർഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളൊരു മൂവ്മെൻറ്റ്, അതിലൂടെ വിജയിച്ച അധസ്ഥിത വർഗക്കാർ കേരളത്തിൽ ഇന്ത്യയെ അപേക്ഷിച്ച് മുന്നിൽ പണ്ടേ ഉണ്ടായിരുന്നു എന്നർത്ഥം. ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ സ്വാധീനമായിരിക്കാം, അയ്യങ്കാളി പോലെ, വൈകുണ്ഠസ്വാമികൾ പോലെയുള്ള, ചട്ടമ്പി സ്വാമികൾ പോലെയുള്ള ആളുകളുടെ സ്വാധീനമായിരിക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സമ്മേളനം തുടങ്ങുന്നത് 46 ഡിസംബർ 9-ലാണ്. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സമിതി
1949 നവംബർ 26-നാണ് ഭരണഘടന അംഗീകരിക്കുന്നത്. പിന്നീട് ഭരണഘടന നിലവിൽ വരുന്നത് ആ 49 നവംബർ 26 കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 1950 ജനുവരി 26-നാണ്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന് നവംബർ 26-ആണ്. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്? 1949 നവംബർ 26. ആ നവംബർ 26 തന്നെയാണ് ഇന്ത്യ ഭരണഘടനാ ദിനം അഥവാ നിയമദിനമായി ആചരിക്കുന്നത്. രണ്ടും ഒരു ദിവസമാണ്, ഭരണഘടനാ ദിനം, നിയമദിനം. അപ്പോൾ ദേശീയ നിയമദിനം എന്ന് പറയുന്നത് 1949 നവംബർ 26 ഓർമ്മയ്ക്ക് നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. എന്നാൽ 1949 26-ന് ഭരണഘടനാ സമിതി ഭരണഘടനയുടെ കരട് അംഗീകരിച്ച് പൂർത്തിയാക്കി എങ്കിലും ഭരണഘടന നിലവിൽ വരുന്ന ജനുവരി 26-ആണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നത് എന്ന ചോദ്യത്തിന് 1950 ജനുവരി 26-ആണ്. ഈ ജനുവരി 26-ആണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിലാണ് അതിനെ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ്. ആരാണ് തെരഞ്ഞെടുക്കുന്നത്? ജനപ്രതിനിധികളാണ്. ആ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മളാണ്. തത്വത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. ബ്രിട്ടനിൽ അങ്ങനെയല്ല. അവിടെ രാജകുടുംബമാണ് അവിടെ രാജ്യത്തിൻ്റെ തലവനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ റിപ്പബ്ലിക് അല്ല, അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ആളല്ല. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയതിൻ്റെ മാറിയതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ജനുവരി 26 ആഘോഷിക്കുന്നത്. എന്താണ് ഈ ജനുവരി 26 തെരഞ്ഞെടുക്കാനുള്ള കാരണം? 1800-കളിൽ നമുക്കറിയാം, 1850-കളിലൊക്കെ തന്നെ ദേശീയ പ്രസ്ഥാനം ശക്തമാവുകയാണ്. 1885-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുകയാണ്. പക്ഷെ അന്നൊന്നും തന്നെ കോൺഗ്രസോ ദേശീയ പ്രസ്ഥാനമോ പൂർണ്ണ സ്വരാജിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. എന്നാൽ 1929 എന്നാണ് 1929-ൽ ഭരണഘടന വേണ്ടുള്ള ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട്. 1929-ൽ ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. അങ്ങനെയുള്ള പ്രമേയം പാസാക്കി. എന്നിട്ട് അടുത്ത വർഷം 1930 ജനുവരി 26-ന് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുകയും ചെയ്തു. ആ ജനുവരി 26-ൻ്റെ ഓർമ്മയ്ക്കാണ് ഭരണഘടനയുടെ റിപ്പബ്ലിക് ദിനം 26-ലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഭരണഘടന ഇന്ത്യയുടെ ഒരു പരമാധികാര നിയമമാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന ഭരണഘടനാ നിർമ്മാണ സമിതി 1949 നവംബർ 26-ന് അത് അംഗീകരിച്ചെങ്കിലും ഇന്ത്യ രാജ്യത്ത് അത് പ്രാബല്യത്തിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. അതുകൊണ്ട് ഇവിടെ ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ, സെൻട്രൽ ഹാൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഡൽഹിയിലാണ്. നമുക്കറിയാം, ഇന്ന് നിലവിൽ നമ്മുടെ പാർലമെൻറ്റ് പുതുക്കി പണിയുകയാണ്. സെൻട്രൽ വിസ്ത പരിപാടിയുടെ ഭാഗമായി പാർലമെൻറ്റ് പുതുക്കി പണിയുകയാണ്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയാണ്, ഡൽഹിയിൽ തന്നെയാണ്. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളാണ്. ഭരണഘടന തയ്യാറാക്കാനെടുത്ത വർഷം എന്ന് പറയുന്നത് 2 വർഷമാണ്. മാസം 11 മാസമാണ്, 18 ദിവസമാണ്. ചെലവ് 64 ലക്ഷം രൂപയാണ്. 11 സെഷനുകളിലായി 165 ദിവസമാണ് സമ്മേളിച്ചത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൽ എത്ര അനുച്ഛേദങ്ങളുണ്ടായിരുന്നു? 395 അനുച്ഛേദങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കേണ്ടത് എങ്ങനെയാണ് 395 ഓർക്കേണ്ടത്? നിങ്ങൾ ഓർക്കുക, ഒരു 3 നർത്തകന്മാരുണ്ട്. ആ 3 നർത്തകന്മാർ നൃത്തം ചെയ്യുകയാണ്. ആ 3 നർത്തകന്മാർ എന്ത് ചെയ്യുകയാണ്? നൃത്തം ചെയ്യുകയാണ്. ആ 3 നർത്തകന്മാർ നൃത്തം ചെയ്യുന്നത് എങ്ങനെയാണ്? ആഹ്ലാദത്തിലാണ് അവർ നൃത്തം ചെയ്യുന്നത്. അവിടെ വരുന്നു 3. ഇങ്ങനത്തെ ഒരു ചിത്രം ഓർക്കുക. അവർ കയ്യിൽ നിന്നും ചങ്ങല വലിച്ചെറിഞ്ഞും കൊണ്ടാണ്. നിങ്ങൾക്കറിയാം എന്തിൻ്റെ ചങ്ങലയായിരിക്കും? പാരതന്ത്ര്യത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചെറിയുകയാണ്. ഇന്ത്യൻ ഭരണഘടന അതാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ കൂടി അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഈ ചങ്ങലയ്ക്ക് എന്ത് നമ്പറിൻ്റെ പ്രത്യേകതയാണ്? 8ൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അവർ ഒരു കയ്യിൽ നിന്നും ചങ്ങല വലിച്ചെറിയുന്നുണ്ട്, മറ്റൊരു കൈ അവർ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 നർത്തകർ അവരുടെ കയ്യിൽ ചങ്ങല പൊട്ടിച്ചെറിയുന്നുണ്ട് ഒരു കൈകൊണ്ട്, മറ്റൊരു കൈകൊണ്ട് അവൾ ആളുകളെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചങ്ങലയാണ് ഈ 8, ഈ കൈ കൊണ്ട് കാണിക്കലാണ് 5 വിരലുകൾ. 5 385 ആയി.
ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഇതിന് നമ്പർ പെഗ് എന്ന് പറയുക. നമ്പറുകൾക്ക് എന്ത് കൊടുക്കുന്നു? നമ്മൾ ഒരു ചിത്രം കൊടുക്കുന്നു. ഈ നമ്പർ പെഗ് പഠിക്കാൻ താല്പര്യമുണ്ടോ? നമുക്ക് കുറച്ച് വർഷങ്ങൾ നമ്പർ പെഗിലൂടെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പരിപാടി ആരംഭിക്കാം. നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യൂ, താല്പര്യമുണ്ടോ എന്ന് പറയും. ഓർമ്മ നിർത്താൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അതൊക്കെ ഉപയോഗിക്കുകയും സ്പേസ്ഡ് റിപ്പീറ്റേഷൻ നടത്തിയാൽ നമ്മുടെ ഓർമ്മ അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ആ ഭാഗം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ അത് ആദ്യം വന്നപ്പോൾ 395 അനുച്ഛേദങ്ങളുണ്ടായിരുന്നു. അതിൽ എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു? 8 പട്ടികകൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി. ഈ 3ഉം 5ഉം കൂടി കൂട്ടിയാൽ 8 പട്ടികയായി. എത്ര ഭാഗമുണ്ടായിരുന്നു? 22 ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പം 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 22 അനുച്ഛേദങ്ങൾ. എന്നാൽ നിലവിൽ വരുമ്പോഴുള്ള കാര്യമാണ്. ഇപ്പോൾ ആകെ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? ആകെയുള്ള ആർട്ടിക്കിളുകളുടെ എണ്ണം ചോദിച്ചാൽ 470 എന്നാൽ ആ 470ഉം പ്രാബല്യത്തിലുണ്ടോ? ഇല്ല. കുറച്ചെണ്ണം ഇപ്പം പ്രാബല്യത്തിലില്ല. അതുകൊണ്ട് 448 രണ്ടും ശരിയാണ്. 470 വന്നാൽ ആകെ ഭരണഘടന നിലവിൽ എത്ര ഭരണഘടന ആർട്ടിക്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 448 എന്നേ ഉള്ളൂ. കാരണം കുറേ എണ്ണം ആക്റ്റീവ് അല്ല. എന്നാൽ ആകെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 470 നിലവിൽ വരുമ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 395 ആദ്യം 8 പട്ടികയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 12 പട്ടിക അഥവാ ഷെഡ്യൂൾ ഉണ്ട്. ആദ്യം 22 ഭാഗങ്ങളാണെങ്കിൽ ഇപ്പോൾ 25 ഭാഗങ്ങളുണ്ട്. ഭരണഘടനയ്ക്ക് ആകെ എത്ര ഭേദഗതികൾ നടന്നു? 106 ഭേദഗതികൾ നടന്നു. 106ാമത്തെ ഭേദഗതി എന്ന് പറഞ്ഞാൽ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് ശരിയല്ലാത്ത ജോഡികൾ തിരഞ്ഞെടുക്കുക. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ശരിയാണ്. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയെങ്കിലും ഒന്ന് വരുന്നുണ്ടോ നോക്കുക. ഇവിടെ വരുന്നുണ്ട്, അത് തെറ്റാണ്. കാരണം ശരിയാണ്, ശരിയല്ലാത്തത് ആണ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. ആ ഒന്ന് വരുന്നിടത്ത് രണ്ടും തെറ്റാണ്. ഇപ്പോൾ 2ഉം 4ഉം 3ഉം 4ഉമായി. എന്തായാലും 2ഓ 3ലോ നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. കാരണം 4 ശരിയാണ്. അതുകൊണ്ടാണ് 2ഉം 4ഉം 3ഉം 4. ഇനി 2 ഓപ്ഷനെയും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൂ. 2ലും 4 ഉണ്ട്. അല്ല, തെറ്റായതാണ് ചോദിക്കുന്നത്. ശരിയല്ലാത്ത ജോഡികളാണ്. ഇവിടെ ശരിയാണ്. ഒന്ന് ശരിയായതുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ളത് ഒന്ന് ശരിയാണ്. അപ്പോൾ ഒന്ന് വരുന്നത് മുഴുവൻ ശരിയാണ്. ശരി അല്ല എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് അവിടെ തെറ്റാണ്. ഇനി അടുത്തത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. അതും തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അപ്പോൾ ഇതിൽ ഏതാ? 2 വരുന്നുണ്ട്. സോ 2ഉം 4ഉം അവിടെ എന്തുണ്ട്? 2 തെറ്റാണ് വരണം. ഇവിടെ മാത്രമേ 2 വന്നിട്ടുള്ളൂ, ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ തന്നെ ഓപ്ഷൻ കിട്ടി, ഓപ്ഷൻ സി. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. ശരിയാണ്. സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി. തെറ്റാണ്. ഭരണഘടനയുടെ ആമുഖം ലക്ഷ്യപ്രമേയമാണ് ആമുഖമായി മാറിയത്. അതിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അവിടെ ഉത്തരം കിട്ടിയല്ലോ. പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ പോരും. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് ശരിയായത് കണ്ടെത്തുക. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. ശരിയാണ്. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തെരഞ്ഞെടുത്തു. അതും ശരിയാണ്. ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്ന് 296 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഇന്ന് നമ്മുടെ ഇലക്ഷൻ അവസാനിച്ചു. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചിട്ടായിരുന്നു. അത്രമാത്രം ഓടിച്ചാൽ മതി. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, ഒറ്റ കൈമാറ്റ വോട്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അത് ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നേ നിങ്ങൾ അറിയേണ്ടുള്ളൂ. അതിൽ കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ചുരുങ്ങി. അത് തെറ്റാണ്. 299 ചുരുങ്ങിയത്. അപ്പോൾ പ്രസ്താവന 1, 2, 3 ശരിയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഈശ്വര അല്ലെങ്കിൽ പടച്ചോനെ മനസ്സിൽ നിർത്തുക എന്നൊരു മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് നിർത്താം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അവിടെ 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ് എന്നുള്ള ബി എന്നുള്ളതാണ് ഓപ്ഷൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക,
ആദ്യകാല അംഗങ്ങളുടെ എണ്ണം 389. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പറഞ്ഞ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് നമ്പർ പെഗ് വെച്ചിട്ട് ക്ലാസ് വേണോ? നിങ്ങൾക്ക് നമ്പറുകൾ വരുമ്പോൾ എങ്ങനെ ഓർത്തിരിക്കാം? ഒരു കഥ ഉണ്ടാക്കിയാൽ മതി. നമ്പർ പെഗ് എന്നാണ് പറയുക. ലോകവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന, മെമ്മറിയിൽ നിർത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യയാണ്. 3 എന്ന് പറയുമ്പോൾ നമ്മൾ 3 നർത്തകന്മാരെ ആലോചിക്കുന്നു. ആ 3 നർത്തകന്മാർ എപ്പോഴും അങ്ങനെ ആലോചിക്കുക. 8 എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ്. 9നെ നിങ്ങളൊരു ആകാശത്തിലേക്ക് ഉയർന്ന ബലൂണായിട്ട് കൂട്ടു. കണ്ടോ? ഒരു ബലൂൺ, ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ബലൂൺ. അപ്പോൾ ഇനി ഒരു കഥ ഉണ്ടാക്കുക. അത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കഥയാക്കുക. ആ ഒരു നമ്പർ കിട്ടിയാൽ ബാക്കി നമ്പറൊക്കെ പോരും. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആളുകൾ എല്ലാവരും കൂടി ഒരു സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുക, അവർ വൈകുന്നേരം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ തടിച്ചുകൂടി. സമ്മേളനത്തിനല്ല, സമ്മേളനത്തിൽ പങ്കെടുത്തവർ അത്ര പേരൊന്നുമില്ല, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. 389 ആളുകൾ തിരിച്ചുകൂടി. അവിടെ ഭരണഘടനാ നിർമ്മാണ സഭ പ്രൗഢഗംഭീരമായി കൂടുകയാണ്. ഇപ്പോൾ ഒരു വൈകുന്നേരത്തെ അടിപൊളി ആഘോഷമാണ്. 3 നർത്തകന്മാരുണ്ട്. അവർ ചങ്ങല പൊട്ടിച്ചെറിയുക തന്നെയാണ്. എന്നിട്ട് അവർ ആകാശത്തിലേക്ക് 9 ബലൂണുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്തിലേക്ക് അവർ 9 ബലൂണുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രം മനസ്സിലുണ്ട് വരണം. 3 നർത്തകന്മാർ, ആ 3 നർത്തകന്മാർ കയ്യിലുള്ള ചങ്ങല വലിച്ചെറിയുന്നു. ആ ചങ്ങല 8ൻ്റെ ആകൃതിയിലാണ്. അപ്പം 3 നർത്തകന്മാർ നോക്കൂ, 3 നർത്തകന്മാർ, 3 നർത്തകന്മാർ, 3 നർത്തകന്മാർ, 3 നർത്തകന്മാർ. അപ്പം 3ആയി. എന്നിട്ടോ അവർ ചങ്ങല പൊട്ടിച്ചെറിയുന്നു. ചങ്ങല എന്ന് പറയുന്നത് 8. അവർ ബലൂൺ ഉയർത്തുന്നുണ്ട്. എത്ര ബലൂൺ ഉയർത്തുന്നുണ്ട്? ഈ ബലൂണിൻ്റെ ആകൃതി എങ്ങനെയാണ്? 9ൻ്റെ ആകൃതിയാണ്. അപ്പം 389 നമ്മുടെ മനസ്സിലേക്ക് വന്നു. എപ്പോഴും 8 ചങ്ങലയായിട്ടും 9 ബലൂണുമായിട്ടും നിൽക്കുക. എന്നിട്ടൊരു കഥ ഉണ്ടാക്കുക. ഈസി ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയൂ. 1ന് സാധാരണയായി പോസ്റ്റ് എടുത്താൽ മതി. 3ന് വേറെ ഏട്ടാ അരിവാളൊക്കെ എടുക്കാറ്. പക്ഷെ ഞാൻ നർത്തകരെ കുറിച്ചാണ് പറയാറ്. നിങ്ങൾ ഒരു നമ്പറിൽ ഉറച്ചു നിന്നാൽ പിന്നെ ആ നമ്പറിൽ തന്നെ നിൽക്കുക. 2ന് നമ്മൾ താറാവിനെ എടുത്താൽ മതി. 2 നോക്കൂ, 2 ഏകദേശം വെള്ളത്തിൽ നീന്തുന്ന താറാവിനെ പോലല്ലേ? ഇതിൻ്റെ ചിത്രം വരെയൊക്കെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്കറിയില്ല. കണ്ടോ? 2 എന്ന് പറഞ്ഞാൽ താറാവിൻ്റെ ആകൃതിയുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഓരോന്നിനെയും 9 എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണയായിട്ട് എടുക്കുക ബലൂണാണ്. കാരണം ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു ബലൂണ്. 7 ഞാൻ എടുക്കാറ് കൊടിയായിട്ടാണ്. കണ്ടോ? 7 കൊടി. 8 ചങ്ങലയായിട്ടാണ്. 10 ഒരു ബാറ്റും ബോളുമായിട്ടാണ്. പലരും അങ്ങനെ സ്വീകരിക്കാറുണ്ട്. ഒരു ബാറ്റ്, ആ ബാറ്റിൻ്റെ ഒപ്പം ഒരു ബോള്. ഇതുമായി ബന്ധപ്പെട്ട് കഥ ഉണ്ടാക്കിയാൽ മതി. ഇനി 389 കിട്ടിയല്ലോ. അത് ഭരണഘടനാ നിർമ്മാണ സഭയിലാണല്ലോ. 1946 ഇപ്പം 46 ഈ 46 എങ്ങനെ ഓർത്തിരിക്കാം? 46 നിങ്ങളൊരു തോണിയെ ചിന്തിച്ചാൽ മതി. ഒരു തോണി കണ്ടോ? ഒരു തോണി. 4ആയില്ലേ? നമുക്കൊന്നിട്ട് കളക്ട് ചെയ്താൽ 4ആയി. ഒരു തോണി. അപ്പം 6നെ നമ്മൾ എങ്ങനെയാണ് നിൽക്കുക? 6നെ ലെറ്ററായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ 6നെ ഞങ്ങൾ എന്തായിട്ട് ഉപയോഗിക്കാം? 6 എന്നുള്ളത് നിങ്ങളൊരു ഹോക്കി സ്റ്റിക്കായിട്ട് ചോർന്നാൽ മതി. ഇങ്ങനെയല്ലേ ഹോക്കി സ്റ്റിക്ക് വരിക? അപ്പം 1946 ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനം നടക്കുകയാണ്. അതെങ്ങനെയാണ് ഓർത്ത് വയ്ക്കുക? ആ 46 ഒരു തോണി, ഒരു എന്തുമുണ്ട്? ഒരു ഹോക്കി സ്റ്റിക്കുമുണ്ട്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു തോണിയിൽ ഒരാൾ ഹോക്കി സ്റ്റിക്കുമായി തുഴഞ്ഞു വരികയാണ്. കിട്ടിയ ഹോക്കി സ്റ്റിക്കുമായി തുഴഞ്ഞു വരികയാണ്. നോക്കുമ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ എന്ത് കാണാനില്ല? തുഴ കാണാനില്ല. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനത്തിലേക്ക് പോകണം, അല്ലെ വൈകുന്നേരത്തെ പാർട്ടിക്ക് പോകണം. കാരണം അവിടെ ഒരു ഡാൻസ് നടക്കുന്നുണ്ട്. പ്രശസ്തരായ 3 പേരുടെ ഡാൻസാണ്. അവർ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് ഡാൻസ് നടത്താൻ പോകുന്നത്. അടിപൊളി പരിപാടിയാണ്. ലൈറ്റൊക്കെ ഉണ്ട്. അവർ 9 ബലൂണുകൾ ആകാശത്തേക്ക് വിസ്മയപൂർവ്വം ഉയർത്തും. ഇന്നേ വരെ കാണാൻ പറ്റാത്ത ബലൂണുകളാണ്. ഒരു കഥ ഉണ്ടാക്ക്, സുഹൃത്തിനോട് പറയേ. യെസ് ഫ്രണ്ട്സ്, ഇതുപോലെയുള്ള കോഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ PSC ലോഞ്ച് പാഡ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രോഗ്രാം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ലേണിംഗ്. അവിടെ ക്വിസ് ഉണ്ടാക്കാം. ഇതുപോലുള്ള കഥകൾ നിങ്ങൾ സൃഷ്ടിക്കും, മറ്റുള്ളവർ സൃഷ്ടിക്കും. അവിടെ നിരന്തരമായ ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ അവിടെ ഡ്രില്ലാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ജൂൺ 15 മുതൽ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഒരു ഡെയിലി പ്ലാൻ വെച്ച് ഹാബിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ചേരുന്നോ? 6 മാസത്തേക്ക് 99 രൂപ മാത്രമാണ്. ഈ ടെക്നിക്കുകളൊക്കെ തന്നെ അവിടെ പല രീതികളിലായിട്ട് പറയും. 5 ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ രൂപപ്പെടുത്താൻ, ഓർമ്മയിൽ നിർത്താൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത്, എങ്ങനെയാണ് പഠനം ഒരു ശീലമാക്കുക, എന്തൊക്കെ പഠിക്കണം, ഏത് പഠിക്കേണ്ട എന്നുള്ളതൊക്കെ തന്നെ വ്യക്തമാക്കുന്ന 5 വെബിനാറുകൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടും.
അത് കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അവിടെ ക്വിസ് ഉണ്ടാക്കാൻ ഒരു ഡെയിലി പ്ലാൻ ഉണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ആവശ്യമായത് വേണ്ടി മാത്രം പഠിച്ചാൽ മതി. 2020 മുതൽ 24 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. നോട്ടായിട്ട് കിട്ടും, ക്ലാസ് ആയിട്ട് കിട്ടും. നമ്മുടെ യൂട്യൂബിൽ കൂടെ തന്നെയുള്ള ക്ലാസ്സാണ്, പക്ഷേ എവിടെയാണെന്ന് പരതി നടക്കേണ്ട, ഓരോ ദിവസവും തരും. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ അവിടെ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ മറുപടി കൊടുക്കും. നിങ്ങൾക്കും ഏതെങ്കിലും സംശയം അറിയെങ്കിൽ മറുപടി കൊടുക്കാം. അവിടെ ഗെയിമിഫിക്കേഷൻ ഉണ്ട്, സമ്മാനങ്ങളുണ്ട്. ഒരു അടിപൊളി കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാം. ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചേരണം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ആപ്പിലേക്കുള്ള ലിങ്ക് നിങ്ങൾക്ക് തരും. വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നവർക്കേ ലിങ്ക് നൽകാൻ പറ്റുള്ളൂ. ആദ്യത്തെ കുറച്ച് ആളുകൾക്ക് 6 മാസത്തേക്ക് 99 രൂപ, വീണ്ടും 99 രൂപയ്ക്ക് നിങ്ങൾക്ക് പുതുക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. നോക്കൂ, ഈ തോണിയിൽ ഈ ഹോക്കി സ്റ്റിക്കുമായി തുഴഞ്ഞ് എന്ത് ചെയ്യുകയാണ്? ആ ഹോക്കി സ്റ്റിക്കുമായി തുഴഞ്ഞ് അദ്ദേഹം ഗംഗാനദിയിലൂടെ വരികയാണ്. അപ്പോൾ അവിടെ 4 ഉണ്ട്. നമുക്കറിയാം തോണി എന്ന് പറഞ്ഞാൽ 4, 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോക്കി സ്റ്റിക്ക്. അപ്പോൾ 46. 389 നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. 3 നർത്തകന്മാർ, അവർ ചങ്ങല വലിച്ചെറിയുന്നു. ആകാശത്തേക്ക് 9 ബലൂണുകൾ ഉയർത്തി. 389. അതവിടെ ക്ലിയർ ആയല്ലോ. ഇനി 389 അംഗങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 2 തരത്തിലുള്ള പ്രതിനിധികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. 2 തരത്തിലുള്ള പ്രതിനിധികൾ. ഏതെല്ലാമാണ് ആ 2 തരത്തിലുള്ള പ്രതിനിധികൾ? ഒന്ന് പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ, മറ്റേത് നാട്ടുരാജാക്കന്മാരുടെ പ്രതിനിധികൾ. ഇപ്പോൾ പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുമുണ്ട്, നാട്ടുരാജാക്കന്മാരുടെ പ്രതിനിധികളുമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് 389. ഈ നാട്ടുരാജാക്കന്മാരെ പ്രതിനിധികളായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. പ്രവിശ്യകളിൽ നിന്നുള്ളവരെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ്. അതിൽ നാട്ടുരാജാക്കന്മാരുടെ എണ്ണം കുറവാണ്. പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇന്നത്തെ സംസ്ഥാനത്തിന് പകരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവിശ്യകളായിരുന്നു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രവിശ്യകളിൽ ഒരു ഭരണസമിതിയൊക്കെ നിലവിലുണ്ടായിരുന്നു. ദ്വിഭരണ സമ്പ്രദായം നിലവിൽ വന്നിരുന്നു. ഇപ്പോൾ പ്രവിശ്യകളുണ്ടായിരുന്നു. ആ പ്രവിശ്യകളിൽ നിന്ന് ഇപ്പോൾ മലബാറിലുള്ള ഞങ്ങളൊക്കെ മദ്രാസ്, ഇന്നത്തെ തമിഴ്നാട്, മദ്രാസ് പ്രവിശ്യയിലായിരുന്നു. അപ്പോൾ ആ പ്രവിശ്യകളിൽ നിന്ന് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 ആളുകളായിരുന്നു. എങ്ങനെ? അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. 93 ആളുകളായിരുന്നു നാട്ടുരാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ 9 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബലൂണാണ്. ആ ബലൂൺ എന്നെ ഓർത്ത് വയ്ക്കുക. 3 എന്ന് പറഞ്ഞാൽ നർത്തകന്മാരാണ്. അവർ നർത്തകർ എന്നും ആലോചിക്കുക. 3 നർത്തകർ. അപ്പം 3 നർത്തകന്മാർ. ആ 3 നർത്തകന്മാർ ബലൂൺ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആ ബലൂൺ പിടിച്ചിട്ട് അവർ നാട്ടുരാജാക്കന്മാരെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരികയാണ്. നാട്ടുരാജാക്കന്മാർ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വരുമ്പോൾ അവരെയൊക്കെ ആദരിക്കാൻ വേണ്ടി 3 എന്ന് പറയുന്നത് ഒരു നല്ല നമ്പറായിട്ടാണല്ലോ ഇന്ത്യയിലെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൂട്ടുന്നത്. അപ്പോൾ അവർക്ക് 3 വർണ്ണ ബലൂണുകൾ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ 3 ഉണ്ട്. ആ 3മായിട്ടാണ് ഇവർ വരുന്നത്. 3 ബലൂൺ ഉയർത്തിയിട്ട്. അപ്പോൾ 93. അവിടെ മനസ്സിലായി. ഇനി 389 93 പോയാൽ 9 3 പോയാൽ 6, 18 9 പോയാൽ 9, 296 പ്രവിശ്യയിൽ നിന്നുള്ള അംഗങ്ങൾ. അത് സെറ്റായല്ലോ. ഇനി അടുത്തത് എളുപ്പമാണ്. ഇനി ഇത് വിഭജിച്ചു. ഇന്ത്യ വിഭജിച്ചപ്പോൾ 1946 ഇതുണ്ടായത്. ഇന്ത്യ വിഭജിച്ചപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള അംഗങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് പോകണമല്ലോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഈ 389 എന്തായി മാറി? 90 കുറഞ്ഞു. ഇപ്പോൾ 389 90 കുറഞ്ഞാൽ എത്രയാണ്? 299 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. വിഭജനത്തിന് ശേഷം 299. ഇനി നോക്കൂ, അതിൽ 70 ആള് നാട്ടുരാജ്യത്തിൽ നിന്നായിരുന്നു. അപ്പം പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ 229. ഇപ്പം നോക്കൂ, 70ഉം 90ഉം ഓർത്ത് വെച്ചുകൂടെ? 399 90 കുറഞ്ഞാൽ 299 അംഗങ്ങൾ. അതിൽ നിന്ന് 70 കുറഞ്ഞാൽ 70 നാട്ടുരാജാക്കന്മാരെ കുറച്ചാൽ 229. ഓക്കെ, താങ്ക് യു ആൾ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ നമ്പർ പെഗുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊല്ലങ്ങൾ ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രയാസമുള്ള കൊല്ലങ്ങൾ 10th ലെവൽ എക്സാമിനുള്ളത് മാത്രം ചോദിച്ചാൽ മതി. എന്നോട് എല്ലാവരും ഡിഗ്രിക്ക് തുടർന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, നമ്മൾ 10th ലെവൽ എക്സാമിന് മാത്രമാണ് ഈ ചാനൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. 10th ലെവലുള്ള ആളുകൾക്കുള്ള കണ്ടൻറ്റാണ് നൽകിക്കൊണ്ടിരിക്കുക.
ഓക്കെ, താങ്ക് യു ആൾ. മറ്റുള്ളവർക്കും ഇംഗ്ലീഷിനും മലയാളത്തിനും ഇതൊക്കെ അവർക്ക് പഠിക്കാനുള്ളതാണ്, ഉപയോഗിക്കാം. പക്ഷെ മറ്റൊന്നും നമ്മൾ സമഗ്രമായിട്ട് കവർ ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.